ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? കേൾക്കാമോ? കുഴപ്പമൊന്നുമില്ലല്ലോ. തുടങ്ങട്ടെ. ലെറ്റർ മെമ്മറൈസേഷൻ. ഇപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. എക്സ്പെരിമെന്റ് നമ്പർ 2 എഴുതി. അല്ല സോറി, എക്സ്പെരിമെന്റ് 1 സെക്കൻഡ് കേട്ടോ, ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ 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 Introduction. One of the most fascinating and mysterious properties of the brain is its capacity to learn and to retain that knowledge throughout an organism lifetime. ഇത് ഈ ഒരു PDF നമുക്ക് അവിടെ തന്നിട്ടുള്ള PDF ഇല്ലേ, പ്രിന്റ് എടുക്കാനായിട്ട് മിക്കവരും കയ്യിൽ അത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു PDF തന്നെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇൻട്രൊഡക്ഷൻ എഴുതുന്നത്? അപ്പോൾ ലേണിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് ലേണിങ്ങിനെ പറ്റിയിട്ടായതുകൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് എഴുതാനായിട്ട് നോക്കാം. One of the most fascinating and mysterious properties of the brain is its capacity to learn and to retain that knowledge throughout an organism lifetime. ബ്രെയിനിൻ്റെ നമ്മുടെ ഫാസിനേറ്റിംഗ് അല്ലെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബ്രെയിനിൻ്റെ എന്ത് ഈസ് കപ്പാസിറ്റി ടു ലേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി. അതുപോലെ തന്നെ അത് ഓർത്ത് വെക്കാനായിട്ട് നോക്കുക. അതൊക്കെ എന്താണ്? നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. This ability to learn, one second. Learning is the process of this ability to learn and to establish new memories is fundamental to അവർ എക്സിസ്റ്റൻസ്. അപ്പോൾ ഈ ലേൺ ചെയ്യാനുള്ള എബിലിറ്റിയും അതുപോലെ തന്നെ ഈ മെമ്മറീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് എന്താണ്? നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ അത്യാവശ്യമുള്ള ഒരു കോൺസെപ്റ്റാണ്. നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ലേണിങ്ങും അതുപോലെ തന്നെ മെമ്മറി എന്നുള്ളത്. ലേണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് ന്യൂ നോളജ്, behavior, skills, values and preferences and may involve synthesizing and processing different types of information. Learning എന്ന് പറയുന്നത് എന്താണ്? Acquiring new knowledge, പുതിയ നോളജ്, നമുക്ക് പുതിയ അറിവുകൾ നേടുക. പിന്നെ അതുപോലെ തന്നെ ബിഹേവിയർ, സ്കിൽസ്, വാല്യൂസ് ആൻഡ് പ്രിഫറൻസസ് ആൻഡ് മേ ഇൻവോൾവ് സിന്തസൈസിങ് ആൻഡ് പ്രോസസ്സിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ്. പല ടൈപ്പിലുള്ള ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യുക. ഇതിനൊക്കെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ദി ഡൊമൈൻസ് ഓഫ് ലേണിംഗ് ആർ cognitive, to recall, calculate, to discuss, analyze, etc. ലേണിങ്ങിൻ്റെ ഡൊമൈൻസ് ആണ്. ഫസ്റ്റ് ഡൊമൈൻ എന്താണ്? കോഗ്നിറ്റീവ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു റീകോൾ, കാൽക്കുലേറ്റ് ആൻഡ് ടു ഡിസ്കസ്, അനലൈസ് എക്സെട്ര. ഇതിനൊക്കെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡൊമൈൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ തിങ്കിങ്, പ്രോസസ്സിങ്, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ എന്താണ്? കോഗ്നിറ്റീവ് പ്രോസസ്സുകളാണ്. ഇനി അടുത്തത് സൈക്കോ മോട്ടർ. മറ്റൊരു ഡൊമൈനാണ് സൈക്കോ മോട്ടർ. ടു ഡാൻസ് ആൻഡ് ഡ്രൈവ് എക്സെട്ര. അതായത് കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ഉള്ളതാണ്. നമ്മുടെ മോട്ടോർ എബിലിറ്റീസും കൂടെ മിക്സ് ചെയ്തിട്ട് പറയാണ്. ടു ഡാൻസ് ആൻഡ് ഡ്രൈവ്. ആൻഡ് ഇഫക്റ്റീവ്, ടു ലൈക്ക്, ടു ലവ്, അപ്രീഷിയേറ്റ് ആൻഡ് ഹേറ്റ് എക്സെട്ര. അടുത്താണ് എഫക്റ്റീവ്. ടു ലൈക്ക്, ടു ലവ്, അപ്രീഷിയേറ്റ് ആൻഡ് ഹേറ്റ് എക്സെട്ര. ഇതൊക്കെയാണ് എന്ത്? ലേണിങ്ങിൻ്റെ ഡൊമൈൻസുകൾ. ലേണിംഗ് ഇൻ ഹ്യൂമൻ മേ ഒക്വർ ആസ് എ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഓൺ ട്രെയിനിങ്. ലേണിംഗ് എങ്ങനെയൊക്കെയാണ് നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് പറ്റുന്നത്? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെ, പേഴ്സണൽ ഡെവലപ്മെന്റ് ഓർ ട്രെയിനിങ്, ഇതിലൂടെയൊക്കെ നമുക്ക് ലേണിംഗ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ലേണിംഗ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് ലേണിംഗ് ക്യാൻ ബി ഗോൾ ഓറിയന്റഡ് ആൻഡ് മേ ബി എയ്ഡഡ് ബൈ മോട്ടിവേഷൻ. ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഗോൾ ഓറിയന്റഡ് ആണ്. നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്നത് പഠിക്കണം, അങ്ങനെ ഒരു തോട്ട് വരുമ്പോഴാണ് എന്ത്? ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് മേ ബി എയ്ഡഡ് ബൈ മോട്ടിവേഷൻ. ലേണിംഗ് ക്യാൻ ഓൾസോ ഒക്കർ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ആസ് എ റിസൾട്ട് ഓഫ് ഹാബിച്വേഷൻ ഓർ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ലേണിംഗ് രണ്ട് തരത്തിൽ നടക്കാം. കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി നടക്കാം.
ആസ് എ റിസൾട്ട് ഓഫ് ഹാബിച്വേഷൻ. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ എടുത്തൊരു സംഭവമാണ് ഹാബിച്വേഷൻ. അതായത് എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ഒരു സ്റ്റിമുലൈ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് പോകും. അതിനാണ് ഹാബിച്വേഷൻ എന്ന് പറയുന്നത്. ഓർ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇതിലൂടെയൊക്കെ നമുക്ക് ലേൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ലേണിംഗ് എന്തിലൂടെയൊക്കെ കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ആദ്യം ലേണിംഗ് ആണ് എഴുതുന്നത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ലേണിംഗ്. ലേണിംഗ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 4 കാറ്റഗറീസ്. 4 കാറ്റഗറീസ് ആയിട്ടാണ് ലേണിംഗിനെ തരംതിരിച്ചിട്ടുള്ളത്. മോട്ടോർ ലേണിംഗ്, acquiring of new motor skills or functions as a result of practice or experience. പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും ന്യൂ മോട്ടോർ സ്കിൽസ്, അതായത് നമ്മുടെ ബോഡിലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ അക്വയർ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, മോട്ടോർ ലേണിംഗ്. അടുത്തത് വെർബൽ ലേണിംഗ്, അക്വയറിംഗ് സ്കിൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് യൂസിങ് വേർഡ്സ്, സൗണ്ട്സ്, പിക്ചേഴ്സ് എക്സെട്ര. വെർബൽ ലേണിംഗ്, അതായത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാം. അതിനെയാണ് വെർബൽ ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് കോൺസെപ്റ്റ് ലേണിംഗ്. ഇൻ കോൺസെപ്റ്റ് ലേണിംഗ് വി ലേൺ ടു ക്ലാസിഫൈ സ്റ്റിമുലൈ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. കോൺസെപ്റ്റ് ലേണിംഗിൽ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പഠിക്കാം. ഒരു ഫ്ലവർ എന്നുള്ളത് എന്താണ്, ഒരു കോൺസെപ്റ്റാണ്. നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റണം. റോസ് ഫ്ലവർ ആണ്, അതായത് ജാസ്മിൻ അത് ഫ്ലവറിൻ്റെ കാറ്റഗറിയിൽ പെടുത്താം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഒബ്ജക്റ്റ് കണ്ടു, ഒരു ബോക്സ് കണ്ടു, അതിനെ ഫ്ലവറിലേക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ അത് തിരിച്ചറിയുന്നുണ്ട്. അതാണ് കോൺസെപ്റ്റ് ലേണിംഗ്. ഇനി അടുത്തത് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ഇറ്റ് ഈസ് അവർ എബിലിറ്റി ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ സ്റ്റിമുലൈ ആൻഡ് ഗിവിംഗ് റെസ്പോൺസ് അക്കോർഡിംഗ്ലി. എന്താണ് നമ്മുടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ബിറ്റ്വീൻ സ്റ്റിമുലൈ ആൻഡ് ഗിവിംഗ് റെസ്പോൺസ് അക്കോർഡിംഗ്ലി. അതായത് സ്റ്റിമുലയും അതിൻ്റെ റെസ്പോൺസും രണ്ടും കൂടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, അതാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. അങ്ങനെ ടൈപ്സ് ഓഫ് ലേണിംഗിൻ്റെ ഇപ്പോൾ ആദ്യം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്തൊക്കെ എഴുതണം, നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റിയാണ് ലേൺ ചെയ്യലും അതുപോലെ തന്നെ മെമ്മറി, ഇതൊക്കെ ബ്രെയിൻ്റെ കപ്പാസിറ്റിയാണ്. ലേണിംഗ് പറയുന്നത് എന്താണെന്ന് എഴുതാം. അതിൻ്റെ ഡൊമൈൻസ് കോഗ്നിറ്റീവ്, സൈക്കോമോട്ടർ, എഫക്റ്റീവ്, ഇത്തരം ഡൊമൈൻസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് എഴുതണം, ലേണിംഗ് അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ ലേണിംഗ് എന്ന പ്രോസസ്സ് നടക്കുന്നത് ഒന്നെങ്കിൽ ക്യാൻ ബി ഗോൾ ഡിറക്റ്റഡ് ആണ് ആൻഡ് മേ ബി എയ്ഡഡ് ബൈ മോട്ടിവേഷൻ ആണ്. കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി ലേണിംഗ് അക്വയർ ചെയ്യുന്നുണ്ട്. ഹാബിച്വൽ, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഈ കാര്യങ്ങളൊക്കെ എഴുതുക. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ലേണിംഗ് എഴുതുക. മോട്ടോർ ലേണിംഗ്, വെർബൽ ലേണിംഗ്, കോൺസെപ്റ്റ് ലേണിംഗ്, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ഇനി അടുത്തത് ലേണിംഗ് തിയറീസ്. ഇതൊക്കെ എഴുതണം കേട്ടോ. നമ്മൾ ലേണിംഗ് തിയറീസ് ഒക്കെ എഴുതണം. ഇത് ഡിഫൈൻ ചെയ്ത് എഴുതേണ്ട അതൊന്നല്ല, നമ്മൾ ഈ ഹെഡിങ്ങുകളൊക്കെ ഉണ്ടായിരിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ വേണം. ഇതൊക്കെ ജസ്റ്റ് പഠിക്കുകയും വേണം. വൈവയ്ക്ക് നമുക്ക് നമ്മുടെ റെക്കോർഡ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കോമൺ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അടുത്തത് ലേണിംഗ് തിയറീസ്. ലേണിംഗ് തിയറീസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് അണ്ടർ ലേണിംഗ് ബൈ അസോസിയേഷൻ. അതെന്താണ്, നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റ് പേര് മാത്രമായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി അടുത്തത് ലേണിംഗ് ബൈ കോൺസിക്വൻസസ്, അതായത് ഓപ്പറന്റ് കണ്ടീഷനിങ്. നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഓപ്പറന്റ് കണ്ടീഷനിങ് ലേണിംഗ് എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്തത് ലേണിംഗ് ബൈ വാച്ചിങ് അതേഴ്സ്, ഒബ്സർവേഷണൽ ലേണിംഗ്. ബണ്ടൂറയുടെ സോഷ്യൽ ലേണിംഗ് തിയറി ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും, ഫോർ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ കേട്ടോ. ഇനി അടുത്തത് ലേണിംഗ് ബൈ ഹയർ മെന്റൽ പ്രോസസ് നോൺ ആസ് കോഗ്നിറ്റീവ് ലേണിംഗ്. ഹയർ മെന്റൽ പ്രോസസ് നോൺ ആസ് കോഗ്നിറ്റീവ് ലേണിംഗ്. ഇങ്ങനെ 4 ടൈപ്സ് എഴുതാം. അത്ര എഴുതിയാൽ മതി. ലേണിങ്ങിൽ നമുക്ക് അത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് പോകണം, മെമ്മറിയിലോട്ട് പോകണം. ഇത്രയും ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കുഴപ്പമില്ലല്ലോ. അടുത്തത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മെമ്മറി. മെമ്മറി റെഫേഴ്സ് ടു ദ എബിലിറ്റി റീറ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് ടു റീപ്രൊഡ്യൂസ് ഇറ്റ് ഓവർ. മെമ്മറി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻഫർമേഷൻസ് റിറ്റെയിൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് നമുക്കൊരു ആവശ്യമാകുമ്പോൾ അത് റിട്രൈവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെമ്മറി എന്ന് പറയുന്നത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം വെൻ ഇറ്റ് ഈസ് റിക്വയർഡ് ടു പെർഫോം എ കോഗ്നിറ്റീവ് ടാസ്ക്. അതായത് നമുക്ക് എപ്പോഴാണോ ഒരു കോഗ്നിറ്റീവ് ടാസ്ക് പെർഫോം ചെയ്യേണ്ടി വരുന്നത് അത്രയും സമയത്തോളം നമുക്കതവിടെ റിറ്റെയിൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതിനെയാണ് മെമ്മറി എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് മെമ്മറി ഒക്കർ ഇൻ ദ 3 സ്റ്റേജസ് ആയിട്ടാണ് മെമ്മറി നടക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് എൻകോഡിങ്.
It is the process of converting the sensory information into a form that can be further processed by the memory system. അതായത് എന്താണ്, നമ്മുടെ സെൻസറി ഇൻഫർമേഷൻസ് കൺവേർട്ട് ചെയ്യാം into a form that can be further processed by the memory system. മെമ്മറി സിസ്റ്റത്തിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ സെൻസറി ഇൻഫർമേഷൻസിനെ കൺവേർട്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, എൻകോഡിങ്. അതായത് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവണം. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ചെയ്യുന്ന പോലെ, അപ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ കാണുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ വായിക്കുന്ന ഒരു സംഭവം എന്താണെങ്കിലും, പിക്ചർ ആണെങ്കിൽ എന്താണെങ്കിലും അതിനെ എൻകോഡ് ചെയ്യുക, ബ്രെയിന് മനസ്സിലാവുന്ന രീതിയിലോട്ട് അതിനെ എൻകോഡ് ചെയ്യും. ഇനി അടുത്തതാണ് സ്റ്റോറേജ്. The process of received information from memory system are stored so that it can be used at later time. കിട്ടിയ സാധനത്തിന് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. മെമ്മറി സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയ സംഭവത്തിനെ സ്റ്റോർ ചെയ്യുന്നു, നമുക്കത് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് റിട്രീവൽ. It refers to locating and bringing the stored material information to one's awareness when required to complete a task. അവയർനെസ്സിലോട്ട് കൊണ്ടുവരികയാണ് ഈ ലൊക്കേറ്റ് ചെയ്ത്. ഇറ്റ് റെഫേഴ്സ് ടു ലൊക്കേറ്റിംഗ് ആൻഡ് ബ്രിങ്ങിങ് ദ സ്റ്റോർഡ് മെറ്റീരിയൽ ഇൻഫർമേഷൻ. സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിന് എന്ത് ചെയ്യാണ്, അവയർനെസ്സിലോട്ട് ലൊക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൊണ്ടുവരിക. അത്രയും ഒക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ. ഞാൻ സ്പീഡിൽ പോകുന്നുണ്ട് കാരണം ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. Types of memory. There is no single region in our brains responsible for memory. മെമ്മറിക്ക് മാത്രമായിട്ട് ഒരു സിംഗിൾ റീജിയൻ നമ്മുടെ ബ്രെയിനിലില്ല. ഇൻസ്റ്റെഡ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ ആർ റെസ്പോൺസിബിൾ ഫോർ മെമ്മറീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ എന്തുണ്ട്, മെമ്മറിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുണ്ട്. ഒരുപാട് ഏരിയാസ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ റീജിയൻ മാത്രമായിട്ട് നമുക്ക് മെമ്മറിക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ബ്രെയിനിലുള്ള ഒരുപാട് പാർട്സ്, ഡിഫറെൻറ്റ് പാർട്സ് എന്താണ്, മെമ്മറീസിന് റെസ്പോൺസിബിൾ ആണ്. Declarative or explicit memory. It refers to the memory system which can be consciously controlled. Consciously control ചെയ്യാൻ പറ്റുന്ന മെമ്മറി സിസ്റ്റത്തിനെയാണ് എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറി. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് എഫേർട്സ് ആൻഡ് ഇന്റൻഷൻ ആൻഡ് ഈസ് ജനറലി ഡിസൈഡഡ് വിത്ത് ഏജ്. ഇതെന്താണ്, എഫേർട്ട് ആൻഡ് ഇൻറ്റൻഷൻ. ഇതിൽ എഫേർട്ടും ഇൻറ്റൻഷനും ഉണ്ടായിരിക്കും. ആൻഡ് ഇസ് ജനറലി ഡിക്ലൈൻഡ് വിത്ത് ഏജ്. ഏജ് കൂടുന്നതിനനുസരിച്ച് എന്താണ്, ഇത് കുറഞ്ഞു വരും. അതാണ് ഡിക്ലറേറ്റീവ് ഓർ എക്സ്പ്ലിസിറ്റ് മെമ്മറി. അതായത് ഇത് നല്ല എഫേർട്ട് വേണം ഈ ഒരു മെമ്മറിക്ക്. അതായത് നല്ല പഠനാധ്വാനത്തിലൂടെ പഠിച്ചൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറിയാണ് എന്ത്, ഡിക്ലറേറ്റീവ് ഓർ എക്സ്പ്ലിസിറ്റ് മെമ്മറി. ഏജ് കൂടുന്നതിനനുസരിച്ച് ഇത് ഡിക്ലൈൻ ആയിട്ട് കാണാറുണ്ട്. സബ്സിസ്റ്റംസ് ഓഫ് ഡിക്ലറേറ്റീവ് മെമ്മറി. ഡിക്ലറേറ്റീവ് മെമ്മറിയുടെ സബ്സിസ്റ്റംസ് ആണ് വർക്കിംഗ് മെമ്മറി, സെമന്റിക് മെമ്മറി ആൻഡ് എപ്പിസോഡിക് മെമ്മറി. വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് സ്റ്റോർ ഇൻഫർമേഷൻ ഫോർ ഇമ്മീഡിയറ്റ് യൂസ്. പെട്ടെന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതിനാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയാം. ഇപ്പം ജസ്റ്റ് നമ്മളൊരു കോൾ ചെയ്യാനായിട്ട് ഒരു മൊബൈൽ നമ്പർ അപ്പം തന്നെ ഓർത്തിട്ട് ടൈപ്പ് ചെയ്യില്ലേ, അതൊക്കെ എന്താണ്, ഇമ്മീഡിയറ്റ് യൂസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് വർക്കിംഗ് മെമ്മറി, ഇമ്മീഡിയറ്റ് യൂസിന് വേണ്ടിയിട്ട്. ഇനി സെമറ്റിക് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്, റെഫേഴ്സ് ടു മീനിങ് ആൻഡ് ലോജിക്ക്. ഒരു മീനിങ് അല്ലെങ്കിൽ ലോജിക്കായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അർത്ഥം കണ്ടെത്തിയിട്ട് അതിനെ വെച്ചേക്കാണ്, അതിനാണ് സെമന്റിക് മെമ്മറി. ഇനി അടുത്തത് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് അസോസിയേറ്റഡ് വിത്ത് ലൈഫ് എക്സ്പീരിയൻസ്. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഈവൻറ്റ് കണ്ടുകൊണ്ട് ഓർത്ത് വെച്ചേക്കാം, നമുക്കത് പെട്ടെന്ന് മറക്കാനായിട്ട് പറ്റില്ല. അതാണ് എപ്പിസോഡിക് മെമ്മറി. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് കാണുക, അല്ലെങ്കിൽ ആരെങ്കിലും മരണം കാണുക, അല്ലെങ്കിൽ ആരെങ്കിലും വീഴുന്നത് കാണുക, ഇതൊക്കെ എന്താണ്, ഒരു ഈവൻ്റ് ആണ്. അല്ലെങ്കിൽ ആരെങ്കിലും കല്യാണം കാണുക, ഇതൊക്കെ എന്താണ്, എപ്പിസോഡിക് മെമ്മറീസ് ആണ്. ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കണക്ട് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്യുന്നതിനാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. അങ്ങനെ ഡിക്ലറേറ്റീവ് മെമ്മറിയുടെ സബ്സിസ്റ്റംസ് വർക്കിംഗ് മെമ്മറി, സെമന്റിക്, എപ്പിസോഡിക്. ഇനി അടുത്തത് നോൺ ഡിക്ലറേറ്റീവ് ഓർ ഇംപ്ലിസിറ്റ് മെമ്മറി. It works unconsciously without any efforts and intention. It is affected by age. Subsystems are. എന്താണ്, ഇറ്റ് വർക്ക്സ് അൺകോൺഷ്യസ്ലി വർക്ക് ചെയ്യുന്നതാണ്. വിത്തൗട്ട് എനി എഫേർട്ട് ആൻഡ് ഇൻറ്റൻഷൻ. എഫേർട്ടും ഇൻറ്റൻഷൻസ് ഒന്നും വേണ്ടി വരില്ല. ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഏജ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സബ്സിസ്റ്റംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ആദ്യം പ്രൈമിങ്, സ്പീഡിങ് അപ്പ് പ്രോസസ് ഓഫ് റിട്രീവൽ, അൺകോൺഷ്യസ്. പ്രൈമിങ് എന്ന് പറയുന്നത് എന്താണ്, റിട്രീവൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറീസിനെ റിട്രീവ് ചെയ്യാതെ സ്പീഡപ്പ് ചെയ്യുന്നതിനെയാണ് പ്രൈമിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കണ്ടീഷനിങ്, റെസ്പോൺസിബിൾ ഫോർ ലേണിംഗ് അസോസിയേഷൻ വിത്ത് സ്റ്റിമുലൈ. ഒരു സ്റ്റിമുലൈ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലേൺ ചെയ്യുക. നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന പോലെ തന്നെ റെസ്പോൺസിബിൾ ഫോർ ലേണിംഗ്
അസോസിയേഷൻ വിത്ത് സ്റ്റിമുലൈ, എന്തെങ്കിലും ഒരു സാധനം കണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക, അതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മോട്ടോർ ഓർ പ്രൊസീജിയർ, സ്കിൽസ് വിച്ച് ഡസ് നോട്ട് നീഡ് എനി അറ്റൻഷൻ വേണ്ട, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും അത് സ്റ്റോർ ചെയ്യും പെട്ടെന്ന്, അങ്ങനത്തെയാണ് മോട്ടോർ അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഡിക്ലറേറ്റീവ് ആണ് പറഞ്ഞത്, അൺകോൺഷ്യസ്ലി വർക്ക് ചെയ്യുന്നതാണ്, എഫേർട്ടും ഇൻറ്റൻഷനും ഒന്നും വേണ്ട, എഫക്റ്റഡ് ബൈ ഏജ് ആണ്. സബ്സിസ്റ്റം എന്ന് പറയുന്നത് പ്രൈമിങ്, കണ്ടീഷനിങ്, മോട്ടോർ ഓർ പ്രൊസീജിയർ. ഇനി അടുത്തത് സെൻസറി മെമ്മറി. Sensory memory, it is closely related to the perception and responsible for keeping a record of our percept for very short period of time. Our sensory system works as a memory system. ഇവിടെ എന്താണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്? എന്താണ്? പെർസെപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് എ റെക്കോർഡ് ഓഫ് അവർ പെർസെപ്റ്റ്. നമ്മൾ എന്താണോ പെർസീവ് ചെയ്യുന്നത് അത് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുക, അതാണ് സെൻസറി മെമ്മറി. ആൻഡ് അവർ പെർസെപ്റ്റ് ഫോർ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഇതെന്താണ്? കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരു കുട്ടി ബോർഡിൽ കണ്ടിട്ട് നോക്കി എഴുതുന്നത് എന്താണ്? കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് ആ ഒരു വേർഡ് കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ കാണില്ല. ഒരു ബോർഡിൽ കണ്ട നേരത്ത് കുറച്ച് നേരം എഴുതും, കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞാലായിട്ട് കിട്ടില്ല. വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആയിരിക്കും. അവർ സെൻസറി സിസ്റ്റം വർക്ക് ആസ് എ മെമ്മറി സിസ്റ്റം. നമ്മുടെ സെൻസറി സിസ്റ്റം ഒരു മെമ്മറി സിസ്റ്റം ആയിട്ടാണ് ആ ടൈമിൽ വർക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ജസ്റ്റ് ആ നേരത്തെ ഒരു മെമ്മറി സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓർമ്മ ഉണ്ടാവില്ല. ഇനി അടുത്തത് ലേണിംഗ് ആൻഡ് മെമ്മറി ക്യാൻ ഓൾസോ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ റോട്ട് ലേണിംഗ്, മീനിങ് ലേണിംഗ്. ഇത്ര എഴുതിയാൽ മതി, മീനിങ് ലേണിംഗ്. ഇത് ഈ ഒരു ഇത്രയും വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ, ബാക്കിയുള്ളത് എഴുതിയാൽ മതി. മെമ്മറി ഏത് ടൈപ്സ് ആണെന്ന് എഴുതുക, അതായത് ഡിക്ലറേറ്റീവ്, നോൺ ഡിക്ലറേറ്റീവ് എഴുതുക, അതിൻ്റെ സബ്സിസ്റ്റ് എഴുതുക, അത്ര എഴുതിയാൽ മതി. ഓക്കെ ആണോ ഇതുവരെ? അപ്പോൾ നമ്മൾ ആദ്യം ഇൻട്രഡക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഇൻട്രഡക്ഷൻ എഴുതി സബ്ജക്റ്റിനെ വിളിക്കുന്നു, സബ്ജക്റ്റിനെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞ പോലെ റാപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നു. ഇനി അടുത്തത് എക്സ്പെരിമെന്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെ പറയണം? നമുക്കിവിടെ പ്രൊസീജിയർ ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ സബ്ജക്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിനിസ്ട്രേഷനാണ്. അടുത്ത എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ എന്ത് വേണം? നമ്മൾ പേര്, എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് പഠിക്കുകയാണോ, എന്നതാണോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, അതൊക്കെ എഴുതി വയ്ക്കുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക ഇതൊരു മെമ്മറി ടെസ്റ്റാണ്, ഇത് മെമ്മറി ഡ്രം എന്നാണ് ഇതിനെ പറയുക. ഇതിൽ 2 ലിസ്റ്റ് ഉണ്ടായിരിക്കും, നോൺ സെൻസ് സിലബിൾസും അതുപോലെ തന്നെ മീനിങ് ഫുൾ വേർഡ്സും, അങ്ങനെ 2 ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് ഈ ഒരു സാധനം ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഈ വേർഡ്സുകൾ ആദ്യം നോൺ സെൻസ് സിലബിൾസ് ആയിരിക്കും വരിക, അതായത് മീനിങ് ഇല്ലാത്ത കുറച്ച് വേർഡ്സുകളാണ് നോൺ സെൻസ് സിലബിൾസ്. അപ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ അത് മെമ്മറിയിൽ അതിങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് നോക്കണം. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അത് കാണാതെ ഏതൊക്കെയാണ് ഓർമ്മയുള്ളത് അത് എഴുതാനായിട്ട് നോക്കണം. അങ്ങനെ 10 വട്ടം റിപ്പീറ്റ് ചെയ്യും. അടുത്തത് മീനിങ് ഫുൾ വേർഡ്സുകളാണ്. ഇതേപോലെ തന്നെ ഓരോ വട്ടം ഫുള്ള് റൊട്ടേറ്റ് ചെയ്യും, ഓർമ്മയുള്ളത് എഴുതണം. അങ്ങനെ 10 വട്ടം ഫുള്ളാക്കുന്നത് വരെ നമുക്ക് മീനിങ് ഫുൾ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യാം. 10 വട്ടമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്ത് പറയണം? ജസ്റ്റ് മെമ്മറി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ മെമ്മറിക്ക് കുഴപ്പമില്ല എന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി മാത്രമാണ് ഇത് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കണം. ഇനി നമുക്ക് അഡ്മിനിസ്ട്രേഷൻ വായിക്കാം. ഇത്ര ഓക്കെ ആണോ? നമുക്കൊരു സബ്ജക്റ്റിനെ കിട്ടിയ എന്തൊക്കെ പറയണം എന്നുള്ളത് ഓക്കെ അല്ലേ? ഇനി അഡ്മിനിസ്ട്രേഷൻ. റിമൂവ് ദ കവർ ഓഫ് ദ മെമ്മറി ഡ്രം ആൻഡ് പാസ്റ്റ് ബോത്ത് ലിസ്റ്റ് ഓഫ് നോൺസെൻസ് സിലബിൾ ആൻഡ് മീനിങ് ഫുൾ വേർഡ്സ്. എന്ത് ചെയ്യണം? 2 ഭാഗം നമ്മൾ രണ്ടും കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, കവർ റിമൂവ് ചെയ്തിട്ട് നോൺസെൻസ് സിലബിൾസും അതുപോലെ തന്നെ മീനിങ് ഫുൾ വേർഡ്സും ഇത് രണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. Replace the cover of memory drum and adjust the drum by hand rotation in such a way that when the instrument is started, it exposes the first word. എന്ത് ചെയ്യാണ്? നമുക്ക് അതിന് മുന്നേ അവിടെ ആ ഒരു സംഭവം സ്വിച്ച് ഓൺ ആക്കാനൊക്കെ ഉണ്ട് അല്ലേ? സ്വിച്ച് ടൈമൊക്കെ സെറ്റ് ചെയ്യാനില്ലേ? അത് ചെയ്യുക.
എന്നിട്ട് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്ത് വരും. അപ്പോൾ ആദ്യം നോൺസെൻസ് സിലബിൾസ് ആയിരിക്കും, നമ്മൾ എന്ത് ചെയ്യണം, മറ്റേത് അവിടെ കവർ ചെയ്ത് വെക്കണം. പ്ലഗ് ദ പവർ കോഡ് ആൻഡ് സ്വിച്ച് ഇറ്റ് ഓൺ, അഡ്ജസ്റ്റ് ദ ടൈം ടു 2 seconds പെർ വേർഡ്. എന്ത് ചെയ്യണം, ഓരോ വേർഡ്സിനും 2 സെക്കൻഡ് ആയിട്ട് നമ്മൾ അവിടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ പവർ കോഡ് കുത്തുക, ഓൺ ചെയ്യുക, ടൈം അവിടെ 2 seconds ആയിട്ട്, ഓരോ വേർഡ്സിനും 2 seconds ആയിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സീ ദ സബ്ജക്ട് കംഫർട്ടബിളി ഇൻ ഫ്രണ്ട് ഓഫ് ദ മെമ്മറി ഡ്രം. എന്താണ് കംഫർട്ടബിളി, സബ്ജക്റ്റിനെ നമ്മളവിടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ മുന്നിൽ ഇരുത്തുക. ആൻഡ് ഗീവ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് വെൻ ദ apparatus started, the participant mentally note down all words from list 1 exposed through window 1. When finished, the participant is asked to recall and note down the words. എന്ത് ചെയ്യണം, നമ്മൾ ഒരു വട്ടം ഇത് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. എന്നിട്ട് എഴുതാനായിട്ട് പറയണം. ഈ മെമ്മറിയിൽ വരുന്ന അല്ലെങ്കിൽ ഓർത്ത് വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതാനായിട്ട് പറയാം. The experiment is repeated till the subject is able to recall all 10 nonsense syllables to maximum of 10 trials. ഈ 10 syllablesഉം എഴുതാൻ പറ്റുന്ന വിധത്തിൽ മാക്സിമം 10 ട്രയൽസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റിന് ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി the same procedure is repeated through window 2. അടുത്ത എന്ത് ചെയ്യാണ്, വിൻഡോ 2 എടുക്കുകയാണ്, അതായത് മീനിങ് ഫുൾ വേർഡ്സ് ആണ്. ആൻഡ് ലിസ്റ്റ് ഓഫ് മീനിങ് ഫുൾ വേർഡ്സ്, രണ്ടാമത്തെ വിൻഡോ തുറന്നു കൊടുത്തു. നമ്പർ ഓഫ് ട്രയൽസ് ടേക്കൺ ഫോർ റീകോളിംഗ് വേർഡ്സ് ഇൻ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആർ ടാബുലേറ്റഡ് ആൻഡ് ഷോൺ ഇൻ ദ ടേബിൾ 1 ആൻഡ് ടേബിൾ 2 റെസ്പെക്റ്റീവ്ലി. എന്ത് ചെയ്യാണ്, നമ്പർ ഓഫ് ട്രയൽ ടേക്കൺ ഫോർ റീകോളിംഗ്, ഇത് ഓർത്തെടുക്കാനായിട്ടുള്ള ട്രയൽസും അതായത് ലിസ്റ്റ് 1ൻ്റെയും ലിസ്റ്റ് 2ൻ്റെയും ടാബുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷോൺ ഇൻ ദ ടേബിൾ 1 ആൻഡ് ടേബിൾ 2 റെസ്പെക്റ്റീവ്ലി. ടേബിൾ 1ലും ടേബിൾ 2ലും കൊടുക്കുക. ടേബിൾ 1ൽ എന്താണ് കൊടുക്കേണ്ടത്, നോൺസെൻസ് സിലബിൾസ്. ടേബിൾ 1 കേട്ടോ, ടേബിൾ 1 ഷോസ് ദ നമ്പർ ഓഫ് ട്രയൽസ് ടേക്കൺ ബൈ ദ പാർട്ടിസിപ്പൻറ്റ് ടു റീപ്രൊഡ്യൂസ് ദ ലിസ്റ്റ് ഓഫ് നോൺസെൻസ് സിലബിൾസ്. അപ്പോൾ ഇവിടെ ട്രയൽസ്, നോൺസെൻസ് സിലബിൾസ് ഇങ്ങനെ വരച്ചിട്ട് എഴുതുക. 10 ട്രയൽസ് എഴുതുക, നമുക്ക് കിട്ടിയത് അവിടെ. അപ്പോൾ 10. അപ്പോൾ അവിടെ വേറൊരു കാര്യമുണ്ട്, നമുക്കവിടെ പേപ്പർ കട്ട് ചെയ്തിട്ട് പിടിക്കാനായിട്ട് പറഞ്ഞിട്ടില്ലേ, ഒരു A4 ഷീറ്റ് എടുത്തിട്ട്. എന്താ എനിക്ക് എന്താ പേപ്പർ തരും, പേപ്പർ തരും, പേപ്പറിന്റെ പീസൊക്കെ തരും. അത് അവര് തരുമോ? തരും. അപ്പൊ അത് കാണിച്ചു കൊടുത്താൽ മതി അല്ലേ? അല്ല, കാണിച്ചു കൊടുക്കല്ലേ, നമ്മൾ അതിൽ എഴുതുക. അപ്പൊ ഓരോ വട്ടം എഴുതുന്നത് നമ്മൾ അവിടെ ഓരോ പേപ്പറിലാക്കിയിട്ട് എഴുതിയിട്ട് വെക്കണം. അപ്പൊ ഇങ്ങനെ അടിയിലേക്ക് പേപ്പറിന്റെ പീസ് വാങ്ങിയിട്ട് നമ്മൾ 1 2 3 10 വരെ നമ്പർ ഇട്ട് വെക്കണം. 10 വരെ നമ്പർ ഇട്ട് വെക്കുക. എന്നിട്ട് ആദ്യത്തെ ഒന്നാമത്തെ ഷീറ്റിൽ എഴുതുക, പിന്നെ അടുത്ത വട്ടം പറയുന്നത് രണ്ടാമത്തെ ഷീറ്റിൽ എഴുതുക. അങ്ങനെ വെക്കുക. തിരിച്ചും അതിന്റെ മറ്റേ എന്താ മീനിങ് വേർഡ്സ് ആവുമ്പോ ആ ഒന്നിന്റെ തന്നെ പുറകിൽ എഴുതിയാൽ മതി. മറ്റേതിന്റെ പുറകിൽ എഴുതുക. ഇനി അടുത്തത്, അപ്പോൾ അത് കഴിഞ്ഞു ടേബിൾ വരയ്ക്കുക. അപ്പോൾ മീനിങ് ഫുൾ വേർഡ്സിൻ്റെ പിന്നെ നമുക്ക് ചിലപ്പോൾ 2 or 3 ട്രയൽസ് അല്ലെങ്കിൽ മാക്സിമം 4 or 5 ട്രയൽസ് ഒക്കെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് വരയ്ക്കുക. പിന്നെ ഗ്രാഫ് വരയ്ക്കാൻ ടെൻഷനൊന്നുമില്ലല്ലോ, കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ഫസ്റ്റത്തെ ട്രയൽ ഇതെവിടെ, നമ്പർ ഓഫ് നോൺസെൻസ് സിലബിൾസ്, നമ്പർ ഓഫ് ട്രയൽസ്. അപ്പോൾ ഇതിൽ മിക്കതും ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഇട്ടൊക്കെ വരും. ഗ്രാഫ് ഡൗട്ടൊന്നും ഇല്ലല്ലോ? കുഴപ്പമില്ല. ഇനി അടുത്തത് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളാണ്. എയിം തൊട്ടിട്ട് എഴുതണം. ടു ഡിറ്റർമിൻ ദ ഇഫക്റ്റ് ഓഫ് മീനിങ് ഓൺ റിട്ടൻഷൻ, അതായത് റിട്ടൻഷനിലുള്ള ഇഫക്റ്റ്, മീനിങ് ഓൺ റിട്ടൻഷൻ, ഇഫക്റ്റ് ഓഫ് മീനിങ് ഓൺ റിട്ടൻഷൻ. മെത്തേഡ് ആദ്യത്തെ എന്താണ്, പ്രൊഫൈല്. മറ്റേതുപോലെ തന്നെ ആദ്യം പ്രൊഫൈൽ എഴുതി, പാർട്ടിസിപ്പൻ്റെ പ്രൊഫൈല്. പേര് നമ്മൾ എഴുതുന്നില്ല, ഇനീഷ്യല് ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് 3 ലെറ്റേഴ്സ് എഴുതുന്നു. ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്തത് എക്സ്പെരിമെൻറ്റ് പ്രൊഫൈല്. എക്സ്പെരിമെൻറ്റ് പ്രൊഫൈല് നമ്മുടെ തന്നെ പേര് എഴുതുന്നില്ല, ഏജ് എഴുതുന്നു, ജെൻഡർ എഴുതുന്നു, ക്വാളിഫിക്കേഷൻ എഴുതുന്നു. മെറ്റീരിയൽസ് റിക്വയർഡ്, ഫസ്റ്റ് വൺ apparatus, മെമ്മറി ഡ്രം എഴുതി. ലിസ്റ്റ് ഓഫ് നോൺസെൻസ് സിലബിൾസ് ആൻഡ് മീനിങ് സിലബിൾസ് കൺസിസ്റ്റിംഗ് 5 letters ഈച്ച്. 5 letters വീതം വരുന്ന നോൺസെൻസ് സിലബിൾസ്, മീനിങ് സിലബിൾസ്. പേപ്പർ ആൻഡ് പെൻസില്. അത്ര എഴുതി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എക്സ്പെരിമെൻറ്റ്.
using memorydrum list of 10 nonsense syllables and are exposed through window 1 at an interval of 2 seconds per word. എന്ത് ചെയ്യുന്നു? മെമ്മറി ഡ്രം യൂസ് ചെയ്തുകൊണ്ട് ലിസ്റ്റ് ഓഫ് 10 നോൺസെൻസ് സിലബിൾസ് 10 നോൺസെൻസ് സിലബിൾസ് ആർ എക്സ്പോസ്ഡ് ത്രൂ വിൻഡോ 1 വിൻഡോ 1 കാണിക്കുന്നു അറ്റ് എൻ ഇന്റർവെൽ ഓഫ് 2 സെക്കൻഡ്സ് പെർ വേർഡ്. അപ്പം നമ്മളവിടെ 2 സെക്കൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പെർ വേർഡിന് 2 സെക്കൻഡ്സ് ആയിട്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് എഴുതി. വെൻ ഫിനിഷ്ഡ് റീകോൾ ലിസ്റ്റ് 1 ആൻഡ് നോട്ട് ഡൗൺ. രണ്ടെണ്ണം അല്ല, ഫസ്റ്റത്തെ ലിസ്റ്റ് റീകോൾ ചെയ്ത് അത് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ദെൻ ദ ലിസ്റ്റ് ഓഫ് 10 meaning words are exposed through window 2 at an interval of 2 seconds per word and when finished note down. അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മൾ എഴുതുന്നു. അപ്പോൾ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മീനിങ്ങിൻ്റെ എന്താണ്, മീനിങ് വേർഡ്സിൻ്റെ ചിലപ്പോൾ നമുക്ക് 3-4 ട്രയൽസിൽ ചിലപ്പോൾ ഫുള്ള് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കത് 5ാമത്തെ ട്രയൽ പിന്നെ എടുക്കണ്ട, പിന്നെ അവിടെ നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് പ്രിക്കോഷൻസ്. The number of letters in both list 1 and 2 should have 5 letters each. എന്ത് വേണം? ലിസ്റ്റ് 1ലും ലിസ്റ്റ് 2ലും 5 letters ഉള്ള വേർഡ്സുകളായിരിക്കണം. അതാണ് ആദ്യത്തെ പ്രിക്കോഷൻസ്. ഇനി രണ്ടാമത്തെ, the words should have comparable difficulty. വേർഡ്സിന് എന്തുണ്ടായിരിക്കണം? ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കണം. കമ്പാരബിൾ ഡിഫിക്കൽട്ടിയിലുള്ള വേർഡ്സുകളായിരിക്കണം. ഡു നോട്ട് അലോ ദ പാർട്ടിസിപ്പൻറ്റ് ടു സീ ദ ഫോമർലി റിട്ടേൺ ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആൻഡ് നോൺസെൻസ് സിലബിൾസ്. എന്ത് ചെയ്യരുത്? പാർട്ടിസിപ്പൻസിനെ ഇത് എഴുതിയ വേർഡ്സുകൾ നോക്കാനായിട്ട് സമ്മതിക്കരുത്. വേർഡ്സ് നോൺസെൻസ് സിലബിൾസ് ആയാലും മീനിങ് വേർഡ്സ് ആയാലും നമ്മൾ എഴുതിയിട്ടില്ല അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുള്ള വേർഡ്സുകൾ പിന്നീട് നോക്കാനായിട്ട് സമ്മതിക്കരുത്, അല്ലെങ്കിൽ അതിന് മുന്നേ നോക്കാനായിട്ട് സമ്മതിക്കരുത്. The entire list has to be exposed in a trial and not any single word in particular. മൊത്തം ലിസ്റ്റ് ഒരു ട്രയലായിട്ട് കാണിച്ചു കൊടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് എല്ലാതും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അല്ലാതെ ഒരു സിംഗിൾ വേർഡ് ആക്കിയിട്ട് നമ്മൾ ട്രയലിൽ കാണിച്ചു കൊടുക്കരുത്. അപ്പോൾ മുല്ലർ ലെയറിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രയൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു വേർഡ് ആക്കിയിട്ട് കാണിച്ചു കൊടുക്കരുത്. എന്ത് ചെയ്യണം? 2 സെറ്റും ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം ജസ്റ്റ് ഒരു ട്രയൽ ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അല്ലാതെ ഫുള്ള് ഒരു സിംഗിൾ വേർഡ് ആക്കിയിട്ട് എക്സ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. ഇത്രയൊക്കെയാണ് പ്രിക്കോഷൻസ്. 4 പ്രിക്കോഷൻസ്. ആദ്യം എന്ത് പറഞ്ഞു? ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം 5 ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം. കമ്പാരബിൾ ഡിഫിക്കൽറ്റിയിലുള്ള വേർഡ്സ് ആയിരിക്കണം. പാർട്ടിസിപ്പനെ കാണാനായിട്ട് സമ്മതിക്കരുത്. നോൺസെൻസ് സിലബിൾസോ വേർഡ്സോ കാണാനായിട്ട് സമ്മതിക്കരുത്. എൻ്റയർ ലിസ്റ്റ് നമ്മൾ എക്സ്പോസ് ചെയ്യണം, അല്ലാതെ ഒരു വേർഡ് മാത്രമായിട്ട് കാണിച്ചു കൊടുക്കരുത്. ഇനി അടുത്തത് റിസൾട്ട്സ്. Table 1 shows the number of trials taken by the participant to reproduce the list nonsense syllables. Table 1 എന്താണ്? നോൺസെൻസ് സിലബിൾസിൻ്റെ ലിസ്റ്റാണ്. ടേബിൾ 2 മീനിങ് വേർഡ്സിൻ്റെ ലിസ്റ്റ്. നമ്പർ ഓഫ് ട്രയൽസ് പെർ ലിസ്റ്റ്. നമ്മൾ എത്ര ട്രയലാണ് എടുത്തിട്ടുള്ളത്? നോൺസെൻസിൻ്റെ നമുക്ക് എന്തായാലും 10 കിട്ടും. മറ്റേതാണ് നമ്മളൊന്ന് നോക്കേണ്ടത്, ചിലപ്പോൾ 3, 4, 5 ഒക്കെ ആയിട്ട് ഇരിക്കും. ഇനി അടുത്തത് ഡിസ്കഷൻ. The aim of the test was to determine the effect of meaning on retention. എയിം എന്ന് പറയുന്നത് നമ്മൾ ആ മെത്തേഡിൽ എഴുതിയ അതേ സാധനം ആദ്യം തന്നെ ഇവിടെ എഴുതണം. ഏത് എക്സ്പെരിമെൻ്റ് ആയാലും നമ്മൾ എയിം അല്ലെങ്കിൽ എയിമിൽ എഴുതിയ ആ ഒരു സെൻറ്റൻസ് തന്നെ ഇവിടെ ആദ്യം ഫസ്റ്റിൽ എഴുതാം. The aim of the test was to determine the effect of meaning on retention. The participant failed to learn nonsense syllables and was able to learn meaningful words. അടുത്ത സെൻറ്റൻസ് എന്താണ്? ആദ്യത്തെ പാരഗ്രാഫാണ്. ഫസ്റ്റ് നമ്മൾ എയിം എടുത്ത് എഴുതി, അതിനുശേഷം പാർട്ടിസിപ്പൻറ്റ് ഫെയിൽ ടു ലേൺ നോൺസെൻസ് സിലബിൾസ് ലേൺ ചെയ്യാനായിട്ട് ഫെയിൽഡ് കാണിച്ചു. ആൻഡ് വാസ് ഏബിൾ ടു ലേൺ മീനിങ് വേർഡ്സ് ലേൺ ചെയ്യാനായിട്ട് പറ്റി. നെക്സ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് അങ്ങനെയാണ് കേട്ടോ. എയിം എഴുതി, പിന്നെ അടുത്തത് പാർട്ടിസിപ്പൻ്റെ മൊത്തത്തിലുള്ള ഒരു റിസൾട്ട് എഴുതി. The results indicate that even after taking maximum 10 number of trials, the participant was unable to memorize nonsense syllables but was able to memorize meaningful words in just 4 trials. പിന്നെ ആ നമ്പർ എടുത്ത് എഴുതി. ട്രയലിൻ്റെ നമ്പർ വെച്ചിട്ടാണ് അടുത്ത പാരഗ്രാഫ് എഴുതിയത്. അടുത്ത പാരഗ്രാഫ് എങ്ങനെ എഴുതി? ദ റിസൾട്ട്സ് ഇൻഡിക്കേറ്റ് ദാറ്റ്. റിസൾട്ട്സ് കാണിക്കുന്നത് ഈവൺ ആഫ്റ്റർ ടേക്കിംഗ് മാക്സിമം 10 നമ്പർ ഓഫ് ട്രയൽസ് എടുത്തിട്ടും the participant was unable to memorize nonsense syllables. പാർട്ടിസിപ്പൻറ്റിനെ നോൺസെൻസ് സിലബിൾസ് മെമ്മറൈസ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് വാസ് ഏബിൾ ടു മെമ്മറൈസ് മീനിങ് വേർഡ്സ് ഇൻ ജസ്റ്റ് 4 ട്രയൽസ്.
4 ട്രയൽസ് എടുത്തപ്പോഴേക്കും മീനിങ് വേർഡ്സ് മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ട്രയൽ വെച്ച് എഴുതി. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ്. ദ റിസൾട്ട്സ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മീനിങ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ റിട്ടൻഷൻ ഓഫ് മെമ്മറി. അടുത്തത് എന്താണ്? അതിൻ്റെ റീസൺ ആയിട്ട് എഴുതുകയാണ്. മീനിങ് ആണ്, അതായത് മീനിങ് ഉള്ള വേർഡ്സുകൾ മെമ്മറി റിട്ടൻഷനിൽ സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ട്. പ്രൈമറി ആൻഡ് റീസണറി എഫക്ട്സ് ആർ ഓൾസോ വെർ എവിഡൻറ്റ് ഇൻ റിസൾട്ട്. എന്താ? അപ്പം അങ്ങനെ മൂന്നാമത്തെ പാരഗ്രാഫും എഴുതുക. അങ്ങനെ 3 പാരഗ്രാഫിലാണ് നമ്മൾ ഡിസ്കഷൻ എഴുതുന്നത്. ആദ്യം എന്ത് ചെയ്തു? ഒരു ഓവറോൾ കണ്ടന്റ് ഫെയിൽഡായി, നോൺസെൻസ് സിലബസിൽ ഫെയിൽഡായി, മീനിങ് വേർഡ്സിൽ ഏബിൾ ടു ലേൺ മീനിങ് വേർഡ്സ് എന്ന് എഴുതി. നെക്സ്റ്റത്തേൽ നമ്മൾ ട്രയലിൻ്റെ എണ്ണം വെച്ച് എഴുതി. മാക്സിമം നമ്പർ എടുത്തിട്ടും മാക്സിമം നമ്പർ ഓഫ് ട്രയൽ എടുത്തിട്ടും നോൺസെൻസ് വേർഡ്സ്, നോൺ സിലബിൾസ് വേർഡ്സ് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. മീനിങ് വേർഡ്സ് ജസ്റ്റ് 4 ട്രയൽസിൽ മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റി. മൂന്നാമത്തെ ഡോറ് ക്ലോസ് ചെയ്തോണ്ട്. മൂന്നാമത്തേൽ റിട്ടൻഷൻ ഓഫ് മെമ്മറിയിൽ സിഗ്നിഫിക്കൻറ്റ് റോള് മീനിങ്ങിനുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി അടുത്തത് കൺക്ലൂഷൻ. റിട്ടൻഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ മീനിങ് ഫുൾനെസ് ഓഫ് ദ മെറ്റീരിയൽ. റിട്ടൻഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? മെറ്റീരിയലിൻ്റെ മീനിങ് ഫുൾനെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിട്ടൻഷൻ ഉള്ളത്. ജസ്റ്റ് അതും കൂടെ ഇത്ര ഓക്കെ അല്ലേ? നമുക്ക് മുല്ലർ ലെയർ ആണ് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ളത്. ഇത് വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ? എന്താ